ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതിന് പിന്നാലെ ഇറാനും അമേരിക്കയും തമ്മിൽ നിർണായകമായ ചർച്ച സ്വിറ്റ്സർലൻഡിൽ ഇന്ന് ആരംഭിക്കും. പാകിസ്ഥാനും ഖത്തറും മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം PP ജെയിംസ് ചേരുകയാണ്. PP, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇതെന്തോന്ന് കടലെടുക്ക്, ചിലപ്പോൾ തുറക്കും ചിലപ്പോൾ അടയ്ക്കും. ഇത് പറഞ്ഞു തോറ്റു. ഇന്ന് നമ്മൾ സമാധാനത്തെ കുറിച്ച് പറയും, പിറ്റേ ദിവസം യുദ്ധവും സമാധാനവും, വാർ ആൻഡ് പീസ് എന്നുള്ള നോവലിനെ അനുസ്മരിപ്പിക്കുന്ന അതേ രീതിയിലാണ് കാര്യങ്ങൾ. കാര്യം ഈ ട്രംപിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇറാനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇസ്രായേലിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ സമാധാന കരാർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഭീഷണിയായിട്ട് പറഞ്ഞത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾക്കിതിൽ പങ്കില്ല, ഞങ്ങൾ ലെബനോനിൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ യുദ്ധം നടത്തി ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ തനിക്ക് ജയിക്കാൻ കഴിയണം. അതിനുവേണ്ടി ഒരു വേട്ട നടത്തുന്ന പോലെയാണ്. എന്തായാലും ഇറാൻ കയറി നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ സംഭവവാസമാണ്. പക്ഷെ അതിനവർ പറയുന്നത് ഈ സമാധാന കരാറിലെ ട്രംപും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും ഇലക്ട്രോണിക് ഒപ്പിട്ട ശേഷം ഇസ്രായേൽ വലിയ ആക്രമണം നടത്തി. ആദ്യം നടത്തിയ ആക്രമണത്തിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. പിന്നീട് നടത്തിയ ആക്രമണത്തിൽ 30-ലേറെ പേർ കൊല്ലപ്പെട്ടു. ഇത്രയും പേരെ വധിച്ചുകൊണ്ട് ഈ യുദ്ധം കൂടുതലായിട്ട് രൂക്ഷമാക്കുകയാണ് ഇസ്രായേൽ എന്ന്. ഇസ്രായേലിൻ്റെ വാദം, ഇസ്രായേൽ തെക്കൻ ലെബനിൽ നടത്തുന്ന അവരുടെ സേനയ്ക്കെതിരെ ഹെസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. ഇതേ തുടർന്നുണ്ടായ പ്രകോപനമാണ്, അല്ലാതെ ഞങ്ങൾ ഈ കരാറിനെതിരല്ല എന്ന് ഭംഗ്യന്തരേണ പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ എതിരാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ട്രംപും നെതന്യാഹുവും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂടേറിയ വാഗ്വാദങ്ങൾ നടന്നതിൻ്റെ വാർത്തകളൊക്കെ വന്നതാണ്. എന്തായാലും ആകെയുള്ളൊരു ആശ്വാസം, ഇനി ചർച്ച നടക്കുമോ ഇല്ലയോ എന്നറിയില്ല എന്ന് ഇന്നലെ രാത്രി വരെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ സ്പീക്കർ ആയിട്ടുള്ള മുഹമ്മദ് ഖാലിബാഫ് അദ്ദേഹം എത്തിയിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ. അതുപോലെ അവിടുത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചി എത്തിയിരിക്കുന്നു. ഇപ്പുറത്ത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പുറപ്പെട്ടിരിക്കുന്ന ചർച്ചയ്ക്കായിട്ട്. പക്ഷെ അവിടെ മധ്യസ്ഥരായിട്ട് വരുന്നത് പാകിസ്ഥാനും ഖത്തറുമാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അതുപോലെ സൈന്യാധിപൻ ആയിട്ടുള്ള അസീം മുനീറും പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് അസർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആണ് ഇത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞുകൊണ്ടുള്ളത് നടക്കുകയാണ്. അതിനിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ 60 ദിവസത്തിന് ശേഷം ഇറാൻ ഫീസ് ചുമത്തുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്നു അമേരിക്ക വേണ്ടി വന്നാൽ ഫീസ് ചുമത്തും. അപ്പോൾ യുദ്ധവും നടത്തി ആൾക്കാരുടെ കയ്യിൽ നിന്ന് ചുങ്കം പിരിക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.